നല്ലത് വരാൻ വേണ്ടി അനുഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ നാശം വരാൻ വേണ്ടി. നശിച്ചു പോകത്തേ ഉള്ളൂ. നന്നായിട്ട് വരട്ടെ മോനെ. ഇനി അമ്മയുടെ അനുഗ്രഹം. അമ്മ വാ. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. അമ്മാവ, ഓ അമ്മ എന്നോട് പൊറുക്കണം. ഗിരിയേട്ട, എന്തിനാ ഗിരിയേട്ടൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നേ? അല്ല, അതിന് മാത്രം എന്ത് തെറ്റാ ഗിരിയേട്ടൻ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ അച്ഛനെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നേ? അല്ലേ അച്ഛ? അതെ അതെ. അമ്മ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. എടാ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവരെ കണ്ടുപഠിക്കണം, മനസ്സിലായോ? അമ്മ ഒന്ന് മാറിയേ. ഗിരിയേട്ടനൊന്ന് മാറിയേ. ഗിരിയേട്ടൻ എന്തിനെങ്കിലും നിൽക്കുന്നേ? ഇവിടെ വന്നിരിക്കും. അമ്മാവൻ ഗിരിയേട്ട, ഗിരിയേട്ടൻ ഇപ്പൊ ഈ വീട്ടിലെ അതിഥിയല്ല, ഒരു വീട്ടുകാരനാണ്. ഇനി മുതൽ ഗിരിയേട്ടൻ ഇരിക്കേണ്ടത് ഇവിടെയാണ്. എനിക്ക് ഇരിക്കണ്ട. ഇരിക്കങ്ങോട്ട്. അമ്മാവൻ അങ്ങോട്ട് നിവർന്നിരിക്കുക ഗിരിയേട്ട. ഇദ്ദേഹം ഇവിടെ അല്ലേ അച്ഛ ഇരിക്കേണ്ടത്? അല്ലേ? 150 ഏക്കറിന് വേണ്ടി ഇത്രയൊക്കെ സഹിക്കണം. ശരിയേട്ടാ, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്നിട്ടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഏട്ടൻ അമ്മാവന്റെ മുമ്പ് ഇരുന്നത് അമ്മാവന് ഇഷ്ടായിട്ടുണ്ടാവോ? അതൊക്കെ ഏട്ടത്തിയമ്മ ഹാൻഡിൽ ചെയ്തോളൂ. ഇത്രയും നാളും ഏട്ടൻ നിന്നതല്ലേ, നീ കുറിച്ചിരിക്കട്ടെ. അതെ. അതെ, ഇദ്ദേഹം അച്ഛനോടും നകുലേട്ടനോടും സംസാരിച്ചിരിക്കെ. ഞങ്ങള് പെണ്ണുങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ. ശരി. നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും വാ. അച്ഛാ, എന്താ ഗിരിയേട്ട, എന്നെ കാണാതെ ഒരു നിമിഷം പോലെ ഇരിക്കാൻ പറ്റില്ലേ? ഇപ്പൊ പത്മനാഭനെ വിശ്വസിച്ചിരുന്ന നമ്മളാരായി? അതാ പറഞ്ഞത്, ഇന്നത്തോടെ എല്ലാത്തിനും തീർക്കണമെന്ന്. നീ ഇതൊക്കെ എവിടെ നിന്ന് അറിഞ്ഞു? നിന്നോട് ആരാ പറഞ്ഞത്? എവിടുന്ന് അറിഞ്ഞതായാലെന്താ, അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ. ഗിരിക്കും പാർവതിക്കും വിരുന്ന് നടക്കുക അവിടെ. ആര് ചതിച്ചാലും കൂടെ നടന്നിരുന്ന നകുലം ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനും കളം മാറി.
അതുകൊണ്ട് ആരോടും ഒരു സെന്റിമെന്റ്സും ഇന്ദ്രനില്ല. ഇന്നത്തെ വിരുന്ന് അവളുടെ ഒടുക്കത്തെ വിരുന്നായിരിക്കും. ഇന്ദ്ര, നീ ഒന്ന് സമാധാനിക്ക്. അറിയാലോ, പത്മനാഭ സാർ ആളൊരു കുറുക്കനാ, കുശാഗ്ര ബുദ്ധിക്കാരൻ. ഇത്രയും നാണക്കേടുണ്ടാക്കിയ മകളോടും ഗിരിയോടും അയാൾ അത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുന്നു നീ കരുതുന്നുണ്ടോ? നീ പറയും പോലെ ഗിരിക്കും പാർവതിക്കും അയാൾ വിരുന്ന് കൊടുക്കണമെങ്കിൽ, അവരെ പടനിലത്തേക്ക് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പത്മനാഭ സാറിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. അത് ഉറപ്പാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പത്മനാഭൻ ഒന്നും കാണാതെ ഇങ്ങനൊന്നും ചെയ്യൂല. ഇത് അയാളുടെ നാടകമായിരിക്കും, അതുറപ്പാ. ആടിനെ വെട്ടു മുമ്പ് അതിന് പ്ലാവല കൊടുക്കാറില്ലേ? അതുപോലൊരു ഏർപ്പാടായിരിക്കും പത്മനാഭ സാറ് പടനിലത്ത് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. എവിടെ പോയാലും ഈ മുറിയിൽ വരുമ്പോഴായിരുന്നു എനിക്ക് ഒരു സമാധാനം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോ ഈ വീട്ടിൽ വരുന്നതിനോട് തന്നെ എനിക്ക് താല്പര്യമില്ല. ഇനിയും എന്തിനാ വിഷമിക്കുന്നേ? അമ്മാവന്റെ പിണക്കൊക്കെ മാറിയില്ലേ? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ഏട്ടത്തിയമ്മേ, ഈ വിഷമം ഒന്ന് മാറ്റിയിട്ട് സന്തോഷിച്ചേ. വാ, ഇവിടെ വന്നിരിക്കും.